നമസ്കാരം. ദിലീപ് പ്രതിയായിട്ട് വന്നിട്ടുള്ള 8ാം പ്രതിയായി വന്നിട്ടുള്ള ആ ബലാത്സംഗ ഗൂഢാലോചന കേസുണ്ടല്ലോ, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഗൂഢാലോചന കേസ്. ആ കേസിനെ കുറിച്ച് ഞാൻ എന്റെ ചാനലിൽ ചെയ്യുന്ന ആദ്യ വീഡിയോയാണിത്. ഇതുവരെ ഞാൻ ദിലീപിന്റെ ഈ കേസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അത് മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ആ കേസിൽ ദിലീപിനെ പ്രതി ചേർത്തതിൽ എനിക്ക് തുടക്കത്തിലെ സംശയമുണ്ട്. ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുന്ന പലർക്കും അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല എന്റെ വീഡിയോ പോകുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നോക്കി മാത്രം വീഡിയോ ചെയ്യുക എന്നത് എൻ്റെ ഒരു ശീലവുമല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കം മുതൽ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി എവിടെയും കിട്ടിയില്ല. ദിലീപിനെ കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അന്ന് അതിന് അധികൃതർ അനുവദിച്ചതുമില്ല. അദ്ദേഹം റിമാൻഡിലായിരുന്ന സമയത്ത്. ഇനി അഥവാ കണ്ടെങ്കിലും എന്തെങ്കിലും അറിയുമായിരുന്നോ എന്നും എനിക്കറിയില്ല. പിന്നെ അല്ലാതെ മറ്റു ചില വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചപ്പോൾ സത്യസന്ധമായിട്ടല്ല എനിക്ക് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് എന്നത് എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞതുകൊണ്ട് തൽക്കാലം അറിയാത്തതിനെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് തീരുമാനിച്ചാണ് മിണ്ടാതെ വന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഇവിടെ ഈ കേസ് വിധി പ്രഖ്യാപിച്ചിട്ടുള്ള ജഡ്ജിനെതിരെ വളരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളും ആരോപണങ്ങളും ഉയർത്തിവിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ദിലീപിനെ ശിക്ഷിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ദിലീപിനെ തൂക്കിൽ കൊന്നാൽ മാത്രമേ ഇരയ്ക്ക് നീതി ലഭിക്കൂ എന്നുള്ള ആ ന്യായത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. 1% പോലും യോജിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാനുണ്ട്. അതിൽ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രോസിക്യൂഷനാണ്. ഏതൊരു കേസിനെയും പ്രോസിക്യൂഷന്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രതിയെയും അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല. പലരും അങ്ങനെയാണ് ധരിക്കുന്നത്. ഇപ്പുറത്ത് പ്രതിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പ്രതിഭാഗം വക്കീൽ, അപ്പുറത്ത് പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ എന്നാണ് കരുതിയിരിക്കുന്നത്. അത് തെറ്റാണ്. അങ്ങനെയല്ല അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. പ്രോസിക്യൂഷന്റെ ചുമതല എന്ന് പറയുന്നത് പോലീസ് കണ്ടെത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ, അതായത് ഈ കുറ്റം തെളിയിക്കുന്നതിനാവശ്യമായ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടാകും. ആ രേഖകൾ ഒന്നുപോലും വിട്ടുപോകാതെ കൃത്യമായി കോടതിയെ അറിയിക്കുക, കോടതിയെ ബോധ്യപ്പെടുത്തുക, കോടതിക്ക് അത് ബോധ്യമായി എന്ന് ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ്. അല്ലാതെ പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ജോലിയുമല്ല. പലരും അങ്ങനെയാണ് കരുതുന്നത്. ഏത് വിധേനയും ഒരു പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പലരും അങ്ങനെയാണ് കരുതുന്നത്. ഏതു വിധേനയും ഒരു പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താലേ പ്രോസിക്യൂഷൻ ആകുള്ളൂ എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിചാരണന്റെ മറ്റും ആവശ്യമൊന്നുമില്ലല്ലോ. പ്രതിഭാഗം വക്കീലിന്റെയും ഈ പറഞ്ഞ LLB പരീക്ഷയുടെയും ഒന്നും ആവശ്യമില്ല. വെറുതെ LLM നടത്തിയ മജിസ്ട്രേറ്റുമാരെ നിയമിക്കാൻ വേണ്ട. അങ്ങ് നേരെ പിടിച്ചോണ്ട് കിട്ടാൻ മതിയല്ലോ പോലീസ് കേസ് എടുത്ത് പ്രതിയാക്കുകയാണെന്നുണ്ടെങ്കിൽ. മറ്റൊന്ന്, ദിലീപ് കേസിൽ വിധി പറഞ്ഞിട്ടുള്ള ഹണി എം വർഗീസ് എന്ന ജഡ്ജ്, അവർ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു ജഡ്ജാണ്. അവരുടെ ജഡ്ജ്മെന്റ്, ഇതുവരെയുള്ള ജഡ്ജ്മെന്റ് എല്ലാം എടുത്തു നോക്കിയാൽ അതിന്റെ നിലപാടുകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വിചാരണ, അതിന്റെ വിവരശേഖരണം, അതിന്റെ അപഗ്രഥനം ഇതെല്ലാം കൃത്യമായി നോക്കിയാൽ, നിയമപുസ്തകവുമായുള്ള ഒത്തുനോക്കൽ എല്ലാം കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ അന്വേഷണത്തിൽ ഞാൻ അന്വേഷിച്ചിട്ട് കുറെ വക്കീലന്മാരുണ്ട്. ആ വക്കീലന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ അവർ സത്യസന്ധയായിട്ടുള്ള ഒരു ജഡ്ജാണ്. അവരുടെ മുന്നിലെത്തിയിട്ടുള്ള തെളിവുകളുടെയും സാക്ഷികളുടെയും അതിന്റെ മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു വിധിയാണ് അവർ വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏതൊരു ജഡ്ജും വിധിക്കുന്നത് മാധ്യമ വിചാരണ നോക്കിയിട്ടല്ല. മാധ്യമ വിചാരണ നോക്കണമെങ്കിൽ 8 വർഷമായി മാധ്യമ വിചാരണ പുറത്തു നടന്നു, ഉള്ളിൽ യഥാർത്ഥ വിചാരണ അടച്ചിട്ട മുറിയിൽ വേറെ നടന്നു. അടച്ചിട്ട മുറിയിൽ നടന്നിട്ടുള്ള ആ കേസിന്റെ വിചാരണ ഉണ്ടല്ലോ, ആ നടിയെ ആക്രമിച്ച് പീഡിപ്പിച്ചായിട്ടുള്ള ബലാത്സംഗം ചെയ്തിട്ടുള്ള കേസിന്റെ വിധി, ആ കേസിന്റെ വിധിയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അല്ലാതെ മാധ്യമ വിചാരണയുടെ വിധിയല്ല. മാധ്യമ വിചാരണയുടെ വിധി അവർ ഉദ്ദേശിച്ച വിധത്തിൽ നേരത്തെ തന്നെ ഇവിടെ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യഥാർത്ഥ വിധിയുമായി ഇവിടെ മാധ്യമ വിചാരണ നടത്തിയവർ നേരത്തെ വിധിച്ചു വെച്ചിരുന്ന ആ വിധി അത് ഒത്തുപോകാത്തത് കൊണ്ടുള്ള കലിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാം. അഥവാ ഇതൊരു അന്യായ വിധിയായി പോയി എന്ന് അവർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നു. തങ്ങൾ ഇതുവരെ കാട്ടിക്കൂട്ടിയത് വെറും പ്രഹസനമായിരുന്നു എന്നും ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് വെറുതെ റീച്ചിന് വേണ്ടി പണിയെടുത്തതാണെന്നും, ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ രംഗത്തേക്ക് വന്നാൽ അവരെ ഏതു വിധേനയും ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങളുടെ റീച്ച് കൂട്ടിക്കൊണ്ട് തങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രേക്ഷകരെ തങ്ങളിൽ നിർത്താൻ വേണ്ടി, തങ്ങൾ നീതിയുടെ ഇരയുടെ പക്ഷത്താണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പൊറാട്ട് നാടകം ജനങ്ങൾക്ക് മനസ്സിലായതാണ് എന്ന്, അതായത് ഈ വിധിയിലൂടെ അത് തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തത് അവരുടെ ധാർഷ്ട്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഇര പീഡിപ്പിക്കപ്പെട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇര ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെ ദിലീപിന് അതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്ന് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ദിലീപിന് ഈ സമയത്ത് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചിരുന്നത്? എടുത്തിട്ടുള്ള നിയമ നടപടികൾ ഇതൊക്കെ പരിശോധിക്കാതെയാണ് ഈ മാധ്യമ വിചാരണ എന്ന് മനസ്സിലാക്കണം.
രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് പ്രോസിക്യൂഷനുമായി ജഡ്ജ് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻസ് തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ പോയതായിട്ട് വാർത്തയുണ്ട്. അതായത് പ്രോസിക്യൂഷനെ ജഡ്ജ് സഹായിക്കുന്നില്ല എന്ന്, പരിഗണിക്കുന്നില്ല എന്ന്. ഇവിടെ ജഡ്ജിന്റെയും പ്രോസിക്യൂഷന്റെയും പണി രണ്ടും രണ്ടാണ്. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ജഡ്ജിന് ഇവരുടെ റിപ്പോർട്ട് കൃത്യമായി എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്, ഒന്നുപോലും തെറ്റാതെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് സ്വീകരിച്ചുകൊണ്ട്, ആ തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട്, പ്രതിഭാഗം നിരത്തുന്ന തെളിവുകളും എടുത്തു വെച്ചുകൊണ്ട് ഇത് രണ്ടും ഏതാണ് ഇതിന്റെ ന്യായം, ഏതാണ് നീതി എന്ന് തീരുമാനിക്കുക മാത്രമാണ് അവിടെ ജഡ്ജി ചെയ്യുന്നത്. ഇനി ജഡ്ജി അത്തരത്തിൽ സ്വാധീന വലയത്തിൽ പെട്ടുപോയി പ്രോസിക്യൂഷൻ പറയുന്നതും കേൾക്കുന്നില്ല, പ്രതിയുടെ അല്ലെങ്കിൽ പ്രതി ചുമതലപ്പെടുത്തിയവരുടെ സ്വാധീന വലയത്തിലാണ് എന്ന് ഒരുപക്ഷെ ആക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രതിഭാഗം വക്കീൽ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. എന്തിന്? ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അതായത് അതിജീവിത, ഈ പറയുന്ന ഈ ഇരയായിട്ടുള്ള ആ നടിയുടെ ആ പീഡനം അവരെ കൂടുതൽ വിസ്തരിച്ച് കേൾക്കുന്നുണ്ട് ഈ ജഡ്ജി. അപ്പോൾ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുന്നു, അവർക്ക് സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജഡ്ജിനെ മാറ്റാൻ വേണ്ടി പ്രതിഭാഗം സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. എന്തേ അത് കാണാത്തതാരും? ഇപ്പോ വിധി വരുമ്പോ ആ ഇരയെ ഏതൊക്കെ വിധത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് മതിയായ ശിക്ഷ, നിയമം അനുശാസിക്കുന്ന ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു കുഴപ്പം, ദിലീപിനെ വെറുതെ വിട്ടതാണ് കുഴപ്പം. ദിലീപിനെ കൂടി ശിക്ഷിച്ചെങ്കിൽ മാത്രമേ ശിക്ഷ പൂർണ്ണമാകൂ എന്ന് ഇവിടെ കുറെ പേർ സംസാരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. ദിലീപ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അതിന് അവിടുത്തെ വിഷയം. കോടതിയിൽ അത്തരം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ കുറ്റവാളി എന്ന് വിളിക്കാനും പറ്റില്ല. ഇവിടെയാണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. കോടതി വിധികൾ പ്രസ്താവിക്കുന്നത് ഇവിടുത്തെ അന്തിച്ചർച്ച കണ്ടിട്ടല്ല. 8 വർഷം ഇവിടുത്തെ റിപ്പോർട്ടർ ചാനലിലും അതുപോലെ മറ്റു ചാനലുകളൊക്കെ എന്തൊക്കെ വിധത്തിലുള്ള ചർച്ച നടന്നു, എങ്ങനെയൊക്കെ വാദഗതികൾ ആരൊക്കെ എവിടെ ഇരുന്ന് ന്യൂസ് ചവറിലും ഒക്കെ ഇരുന്ന് സംസാരിച്ചു എന്നത് നോക്കിയിട്ടല്ല വിധി പറയുന്നത്. അവിടെ വരുന്ന തെളിവുകളുടെയും അവിടെ വരുന്ന സാക്ഷികളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇനി ദിലീപിനെ കുറ്റം പറയുന്നവർ, ദിലീപ് ഈ കുറ്റവാളിയാണ് എന്ന് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദിലീപിന്റെ പക്ഷം കേൾക്കാതെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമുക്കതിന്റെ വസ്തുതകളൊക്കെ ഒന്ന് കടക്കാം. ഈ ദിലീപ് മഞ്ജു വാര്യർ അവർ പിരിയുന്നത് ഏത് വർഷമാണെന്ന് വല്ല പിടിയുമുണ്ടോ? 2012 ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ പിരിയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നതോ ഈ കാവ്യ മാധവനുമായിട്ട് ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നുവെന്നും ആ ചുറ്റിക്കളി ഇപ്പോ ഇരയാക്കപ്പെട്ട ആ നടി മഞ്ജു വാര്യരെ അറിയിച്ചുവെന്നും അതുകൊണ്ട് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ അടിയുണ്ടായി എന്നും ആ വൈരാഗ്യം പ്രതിയായിട്ടുള്ള, അതായത് 8ാം പ്രതിയായിട്ടുള്ള ഈ പറഞ്ഞ ദിലീപിന് ഉണ്ടായിരുന്നു എന്നുമാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാകും? ദിലീപ് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നതെന്നാ 2016 2012 മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുന്നു. 2016 കാവ്യമാധവനുമായി വിവാഹം കഴിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കാവ്യമാധവനുമായിട്ടുള്ള ചുറ്റിക്കളി, ആ ചുറ്റിക്കളി ഉണ്ട്, അത് മഞ്ജു വാര്യരെ അറിയിച്ചത് ഈ പറഞ്ഞ നടിയാണ്. അങ്ങനെ അറിഞ്ഞത് കൊണ്ട് മഞ്ജു വാര്യറും ദിലീപുമായിട്ടുള്ള ബന്ധം വഷളാകും എന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ ആ സമയത്താണ് വൈരാഗ്യം ഉണ്ടായത് എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാവ്യമാധവനെ കല്യാണം കഴിച്ചതോടുകൂടി ആ വൈരാഗ്യം നിൽക്കേണ്ടതല്ലേ? മഞ്ജു വാര്യർ എന്തായാലും ഒഴിവാക്കിയല്ലോ. മഞ്ജു വാര്യറും ദിലീപുമായിട്ടുള്ള ബന്ധം വേർപെട്ടല്ലോ. എന്ത് ആരോപണമാണോ നടി മുന്നോട്ട് വെച്ചത് ആ ആരോപണം അതേപടി നടന്നു. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലാതെ സുഖമായി ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ശ്രമം ദിലീപ് നടത്തുമോ? ഇനി സംഭവം നടക്കുന്ന എന്നാണ് 2017 ദിലീപ് മഞ്ജു വാര്യർ ബന്ധം വിച്ഛേദിക്കുന്നതെന്നാണ് 2012. അതായത് 2012 മുതൽ 2017 വരെയുള്ള 5 വർഷക്കാലം ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത്. 5 വർഷക്കാലം വേണ്ടി വന്നോ ഈ ഗൂഢാലോചന നടത്താൻ? അങ്ങനെ ഒരു ഗൂഢാലോചന നടപ്പിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് കാവ്യമാധവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നടത്തൂലേ? കാവ്യമാധവനെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് സുഖമായി ജീവിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ ബന്ധം കൂടി വഷളാക്കുന്ന വിധത്തിൽ ഒരു കൊട്ടേഷൻ കൊടുത്ത് കണ്ട് ഒരു പീഡനം നടത്താൻ മണ്ടനാണോ ദിലീപ് എന്ന് പറയുന്നത്? ഇനി അത്തരത്തിലൊരു കൊട്ടേഷൻ എവനെങ്കിലും കൊടുത്തു, അവൻ പിടിക്കപ്പെട്ടു, അവൻ ദിലീപിന്റെ പേര് പറയുമെന്ന് അറിയില്ല ഇയാൾക്ക്. എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടതെന്നുള്ളത് പ്രോസിക്യൂഷൻ വാദങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് സിനിമാ സെറ്റുകളിലെ ഡ്രൈവറാണ്, മിക്കവാറും എല്ലാ സെറ്റുകളിലും ഡ്രൈവർ പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാളെ ദിലീപ് ഈ ഗൂഢാലോചന വേളയിൽ, അതായത് 5 വർഷത്തിന് ഗൂഢാലോചന നടത്തിയെന്നാ പറയുന്നത്, ഇതിനിടയിൽ ആകെ 4 വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ഇതിനിടയിൽ ഒരു 10,000 രൂപ പൾസർ സുനിക്ക് കൊടുത്തതായിട്ട് കണക്ക് പറയുന്നുണ്ട്. അത് 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ, അതായത് ഈ പറയുന്ന നടിയെ ബലാത്സംഗം ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 1.5 കോടിയുടെ കൊട്ടേഷൻ ദിലീപ് ഈ പറയുന്ന പൾസർ സുനിക്ക് കൊടുത്തു അത്രേ. അതിന്റെ അഡ്വാൻസ് ആണെന്ന് 10,000 രൂപ. പറയുമ്പോൾ ഒരല്പം നേരിൽ പറ്റിയ നുണ പറയണ്ടേ? അതായത് 1.5 കോടി രൂപയുടെ കൊട്ടേഷന് 10,000 രൂപ അഡ്വാൻസ്. എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും?
ഇനി അത് പുറത്തു വരുന്നത് എങ്ങനെയാണ്? പൾസർ സുനി ജയിലിൽ കിടന്നുകൊണ്ട് ദിലീപിന് അയക്കുന്ന ഒരു കത്താണ്. ആ കത്തില് എനിക്ക് തരാനുള്ള 1.5 കോടി എത്രയും പെട്ടെന്ന് തരണം എന്നാണ് പറയുന്നത്. ആ കത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ കള്ളി വെളിച്ചത്താക്കും. അതിമനോഹരമായ വടിവത്ത അക്ഷരങ്ങളുള്ള ഒരു കത്ത്, ഒരക്ഷരത്തെറ്റും ഇല്ലെന്നാണ് പറയുന്നത്. അത്തരം അക്ഷരത്തെറ്റില്ലാത്ത ഒരു കത്തിൽ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പലതവണ പകർത്തി എഴുതി ആരോ എഴുതാൻ അറിയാവുന്ന ആളെ കൊണ്ട് വളരെ മനോഹരമായി എഴുതിച്ചതാണ്. പൾസർ സുനിക്ക് അക്ഷരജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും പോലീസ് വല്ല ജയിലർമാരോ മറ്റാരെങ്കിലും എഴുതി കൊടുത്താണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആകാം. ഇങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ആകാമല്ലോ. എന്നാൽ അത്തരത്തിലൊരു കത്ത് ദിലീപിന്റെ കയ്യിൽ കിട്ടുമ്പോഴോ, ആ കിട്ടുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് യാതൊന്നും നടത്താതെ ഇത്തരത്തിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്നും തനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കത്ത് വന്നിട്ടുണ്ട്, ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിലീപ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ദിലീപ് ഒരു പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് എന്താണ് ഇതുവരെ ഓപ്പൺ ചെയ്യാത്തത്, അന്വേഷിക്കാത്തത്? ഇത്രയും കാലമായല്ലോ, അതൊന്ന് അന്വേഷിക്കണമല്ലോ. ഈ പൾസർ സുനി കൊടുത്തിട്ടുള്ള കത്തിന്റെ ഒരു സാങ്കത്യം എന്നാണ് എന്നുള്ളത് അത് അന്വേഷിച്ചിട്ടില്ലല്ലോ, അതും അന്വേഷിക്കണ്ടേ? ഈ ഒരു ഇര എന്ന നിലയിൽ അവിടെ 1.5 കോടി രൂപ പറ്റിച്ചെടുക്കാൻ വേണ്ടി ഒരുത്തൻ ശ്രമിക്കുമ്പോൾ, ഒരു കുറ്റവാളി ശ്രമിക്കുമ്പോൾ ആ കുറ്റവാളിയുടെ വാക്ക് മാത്രം എടുത്താൽ പോരല്ലോ. പിന്നെ എന്നെ സംശയിപ്പിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അവിടെ ഈ ദിലീപിന് ഈ കത്ത് അയക്കുമ്പോൾ ഈ കത്ത് വായിക്കാതെ, അവിടെ നിന്ന് ആരും വായിക്കാതെ ഇങ്ങോട്ട് വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും അവിടെ വായിക്കുമ്പോൾ അത് അവിടെയുള്ള എല്ലാവരും അറിയും, അത് പുറത്തും അറിയും, എല്ലാവരും അറിയും. അതായത് ദിലീപിന് എത്തുന്നതിന് മുമ്പ് ആ കത്ത് എത്തേണ്ടടുത്തൊക്കെ എത്തും, അറിയില്ലേ? അപ്പൊ അത്തരത്തിലൊരു സാഹസത്തിന് പൾസർ സുനി മുതിരുവോ? അപ്പൊ അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ കത്തിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതായത് അന്നത്തെ ദിലീപിന്റെ ഒരു ഗ്ലാമർ പരിവേഷം മറ്റേത് നടന്മാരെക്കാളും കൊടികുത്തി വാണിരുന്ന, സിനിമാരംഗം കൊടികുത്തി വാണിരുന്ന ആ സമയത്ത് ഇങ്ങനെ ഒന്ന് വരുമ്പോ ഇതിന്റെ പിന്നിൽ അയാളെ കുടുക്കി ഒടുക്കാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാറുന്നത്. കാരണം ഇതിന്റെ വസ്തുത എനിക്കറിയില്ല. എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങൾ, അതായത് ഇവിടുത്തെ ചാനലുകൾ, അവർ കുറെ കഥകൾ ഇറക്കി വിട്ടു. ആ കഥകളുടെ പിന്നാലെ പോകാൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, ആ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. ഇപ്പോ ഈ കേസിന് മറുപടി വരുമ്പോ മാധ്യമങ്ങൾ പറഞ്ഞതല്ല ശരി, അതിനപ്പുറത്തേക്ക് മറ്റു പല കഥകളും ഉണ്ട്. ആ കഥകൾ പ്രോസിക്യൂഷൻ കൃത്യമായി അവിടെ ധരിപ്പിച്ചിട്ടുണ്ട്. പ്രതിഭാഗം വക്കീലും അത് കൃത്യമായി അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഭ്യമായ തെളിവുകളുടെയും സാക്ഷികളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു വാദം നടന്നു. ഇരയുടെ ആ ദൃശ്യങ്ങൾ ദിലീപിന് കോപ്പി ചെയ്ത് കൊടുത്തു, അത് നോക്കിയിരുന്ന് കണ്ടു എന്നുള്ളത് പച്ച നുണ പറഞ്ഞു. സത്യത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഉത്തരവ് വന്നിരുന്നു ഇനിയുള്ള കേസുകൾ വരാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ, മെമ്മറി കാർഡുകളൊക്കെ ഒരു രേഖയാണോ അതോ അത് ഒരു എടുത്തു വെച്ചിട്ടുള്ള ഡോക്യുമെന്റ് ആണോ എന്ന്. രേഖയാണെങ്കിൽ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വീഡിയോ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതായത് നഗ്ന ദൃശ്യങ്ങളും മറ്റുമൊക്കെ, നടിയുടെ ദൃശ്യങ്ങളൊക്കെ അത് പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. അത് രേഖയാണ്. പക്ഷേ അതിൽ ഇത്തരം ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് കോപ്പി കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അത് കോടതിയിൽ, അടച്ചിട്ട കോടതിയാണല്ലോ, അവിടെ പ്ലേ ചെയ്ത് കാണാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ കോപ്പി വാങ്ങിയിട്ട് അവിടെ ചെന്നിരുന്ന് മൊത്തം ഒരു വട്ടം ചുറ്റിയിരുന്ന് കണ്ടു എന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ മാധ്യമ വിചാരണ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്, കുറെ പ്രയാസമുണ്ട്. കാരണം അവരൊന്നും പറഞ്ഞതല്ല ശരി. കോടതിയിൽ, അടച്ചിട്ട കോടതിയിൽ നടന്ന വാദങ്ങളാണ് ശരി. ആ വാദങ്ങൾക്കനുസരിച്ച് അവിടെ വന്നിട്ടുള്ള തെളിവുകളും സാക്ഷികളും അനുസരിച്ച് ഉത്തമമായ ഒരു വിധി ഈ കേസിന് വാദം കേട്ട ജഡ്ജ് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ശരി. അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് താല്പര്യം, എനിക്കിഷ്ടം. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ അധപ്പതിച്ചു പോയി എന്ന് വിശ്വസിക്കാൻ ഈ മാധ്യമങ്ങളെ പോലെ അത്ര മണ്ടനൊന്നും അല്ല ഞാൻ. Different angles. Don't forget to subscribe and support this channel.